ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഡ്രൈനേജ് സിസ്റ്റത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ബ്ലോക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നത്. അത് ഏത് ഫിറ്റിങ്സ് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ബ്ലോക്ക് വരാനും അതുപോലെ തന്നെ ബ്ലോക്ക് കുറയാനുള്ള ചാൻസസ് എന്നാണ് ആ ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്നത് മെയിനായിട്ട് വരുന്ന അതായത് ഒരു വൈ എന്ന് പറയുന്ന ഫിറ്റിങ്സും ടി എന്ന് പറയുന്ന ഫിറ്റിങ്സുമാണ്. ആദ്യമേ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതാണ്. അതായത് വൈ എന്ന് പറയുന്ന പൊസിഷനിൽ വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫിറ്റിങ്സ് പോയതിന് ശേഷം പിന്നെ വരുന്നത് 45 ആംഗിളിലാണ് അടുത്ത ബ്രാഞ്ച് വരുന്നത്. ടീയിൽ വരുന്നത് നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. ടീയിൽ സ്ട്രെയിറ്റ് വന്നതിന് ശേഷം അടുത്തത് വരുന്നത് ബ്രാഞ്ച് വരുന്നത് 90 ഡിഗ്രിയിലാണ് വരുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഡ്രൈനേജിലോ പിന്നെ അടുത്ത ഡ്രൈനേജ് നമ്മൾ കണക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വരുന്നത് 90 ഡിഗ്രിയിലാണ് വരുന്നത്. അതായത് ഇടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയറിയാൻ പറ്റും 90 ഡിഗ്രി അല്ല 45 ഡിഗ്രിയാണ്. അതായത് ഒഴുകുന്നതിൻ്റെ കൂട്ടത്തിയുടെ വെള്ളം അല്ലെങ്കിൽ ഡ്രൈനേജ് ഒഴുകുന്നതിൻ്റെ കൂട്ടത്തിയുടെ വൈയിലാണെങ്കിൽ അതിൻ്റെ കൂടെ ഒഴുകുന്ന രീതിയിലാണ് ഈ പറയുന്ന വൈയിൽ വരുന്നത്. പക്ഷേ ടീയിൽ വരുന്നത് ഒഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഇടിച്ച് നിന്ന് അതിൻ്റെ കൂടെ ഒഴുകി പോകുന്ന എഫക്റ്റാണ്. അപ്പോൾ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഏതാണ് കൂടുതലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വൈയിനേക്കാൾ അപേക്ഷിച്ച് ടീയിലാണ് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളുവശം നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഈ ബ്രാഞ്ച് നേരെ സ്ട്രെയിറ്റ് പോകുന്നതിൻ്റെ ഉള്ളിൽ ഈ ബ്രാഞ്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് കൂടെ നിന്ന് ഒഴുകുന്ന രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഒരേ പൊസിഷൻ തന്നെയാണ് വരുന്നത്. നമ്മൾ ചെറിയൊരു ഫിറ്റിങ്സ് കൂടുന്നു മാത്രമേ ഉള്ളൂ. ഭാവിയിൽ നമുക്ക് ഡ്രൈനേജ് കാര്യങ്ങൾ ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ബ്രാഞ്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു 45 കൊടുത്തു കഴിയുമ്പോൾ അവിടെ 90 ഡിഗ്രി ഡയറക്റ്റ് 90 ഡിഗ്രി അല്ല വരുന്നത്. 45 ഡിഗ്രി വൈ വരുന്നതും 45 ഡിഗ്രി നമ്മുടെ 45 ആംഗിളിൽ വരുന്ന എൽബോയും കൂടിയിട്ടാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഒരു 90% അല്ലെങ്കിൽ 95% ഓക്കെ ആയിരിക്കും. ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ടീനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഏകദേശം ഒരു 90% 99% ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വേറൊന്നുമില്ല, എന്തെങ്കിലുമായിട്ട് ഈ ഡ്രൈനേജ് സിസ്റ്റത്തിൽ 90 ഡിഗ്രിയിലാണ് വന്ന് ഇടിച്ച് നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് എവിടെയെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ തന്നെ മൊത്തം ബ്ലോക്കായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഡ്രൈനേജ് സിസ്റ്റത്തിൽ നമ്മൾ കൂടുതലും ടി ഉപയോഗിക്കാതെ ഡ്രൈനേജ് സിസ്റ്റത്തിൽ കൂടുതലും വൈ 45 ബെൻഡ് അങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ ഉപയോഗിക്കുന്നത്. എൽബോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൽബോ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് വേസ്റ്റ് ലൈൻ കാര്യങ്ങൾ, സിങ്കിൻ്റെ വേസ്റ്റ്, ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന വെള്ളം, അങ്ങനെ വരുന്ന ഫിറ്റിങ്സുകൾ, പിന്നെ അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ 4 ഇഞ്ച് പൈപ്പിൻ്റെ ഫിറ്റിങ്സുകൾ, ഇതെല്ലാം തന്നെ വരുന്നത് ഡ്രൈനേജ് സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഈ ഡ്രൈനേജ് സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഗമമായിട്ട് വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള ഫിറ്റിങ്സുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണമായിട്ട് വൈ ഉപയോഗിക്കാം, ടി ഉപയോഗിക്കരുത്. വൈ 45 അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫിറ്റിങ്സുകളാണ് ഉപയോഗിക്കേണ്ടത്. 90 ഡിഗ്രിയിൽ വരുന്ന ഡയറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡ്രൈനേജ് സിസ്റ്റത്തിൽ എങ്ങനെയുള്ള ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചാൽ ബ്ലോക്ക് വരുന്നത്, ഏതൊക്കെ ഉപയോഗിച്ചാൽ ബ്ലോക്ക് വരില്ല എന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste